മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കവടിയാറിൽ നിന്നും റാലിയോടെയാണ് യാത്ര തുടങ്ങുക. ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കെടുക്കും. ഇപ്പോൾ ഷഫീദ് റൌത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഈ യാത്രയ്ക്ക് തുടക്കമാകാൻ പോകുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഒരുപക്ഷെ SKN40 എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം കഴിഞ്ഞു. അത് നമ്മളുടെ ഈ യാത്രയ്ക്ക് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംഭാഷണമായിരുന്നു. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന വളരെ വലിയ ഒരു റാലിയാണ്. ആ റാലി നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ നമ്മളുടെ ഏറ്റവും നമ്മളുടെ ഈ പ്രചരണ പരിപാടി, അതല്ലെങ്കിൽ നമ്മളുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി, അത് ഈ ലഹരി എന്നുള്ളതാണ്. ആ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ഈ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു റാലി, അത് അല്പസമയത്തിനുള്ളിൽ കവടിയാറിൽ നിന്ന് ആരംഭിക്കും. അതിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കൊപ്പം SKNും പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 6:15 ഉദ്ഘാടന പരിപാടികൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുക. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായിരിക്കും ടാഗോർ തിയേറ്ററിൽ നടക്കുക. 100 അമ്മമാർ പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള പ്രത്യേകത അതാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട ആകർഷണം. അതിൽ തന്നെ നേരത്തെ ഇന്ന് രാവിലെ മുതൽ SKN പറയുന്ന ഒരു കാര്യമുണ്ട്. വേദന അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഈ ലഹരി അടക്കം പ്രശ്നമായിട്ടുള്ള ലഹരി ഒരു വലിയ പ്രതിസന്ധിയായി ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ, അവരാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനുള്ളിൽ SKN ഈ റാലിയുടെ ഭാഗമാകാൻ കവടിയാറിലേക്ക് എത്തും. അതിനുശേഷം അതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്കുള്ള യാത്ര ഈ കവടിയാറിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ഉണ്ട് ടാഗോർ തിയേറ്ററിലേക്ക്. അവിടം വരെയായിരിക്കും നമ്മുടെ ഇതിന്റെ റാലി സംഘടിപ്പിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ്, അത് ഈ വനിതാ ബുള്ളറ്റേഴ്സ്, അവരുടെ ഒരു ക്ലബ്ബാണ്. എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മൾ ഡ്രഗ് അബ്യൂസിനെതിരായിട്ട് റാലി സംഘടിപ്പിച്ചിറങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ചാല അവിടുത്തെ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. എന്റെ എല്ലാ മക്കൾക്കും ഒരു ഹായ്. ഏതായാലും നമ്മൾ പറഞ്ഞു, അതായത് ഈ റാലിയിൽ അണിനിരക്കുന്നത് പലതരത്തിൽ സമൂഹത്തിന്റെ വിവിധ തരത്തിലേക്ക് ഈ ലഹരി എന്ന് പറയപ്പെടുന്ന മഹാവിപത്തിനെതിരെ പോരാടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരാണ്. എങ്ങനെയുണ്ട്? കാരണം ഈ SKN40 എന്ന് പറയപ്പെടുന്ന പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ തന്നെ അരുതക്രമം, അരുത് ലഹരി എന്നുള്ളതാണ്. അതിൽ SKN മുന്നോട്ട് വെക്കുന്ന ഈ യാത്രയിലുടനീളം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അത് തന്നെയാണ്. ഇതിനൊരു പ്രസക്തിയില്ലേ, ഒരു സാമൂഹിക പ്രസക്തി ഇല്ലേ? നമ്മള് കൂടുതലും നമ്മളെപ്പോലുള്ളവർ കുറച്ച് മാറ്റം കൊണ്ടുവരേണ്ട അത്യാവശ്യമല്ലേ. അപ്പൊ നമ്മളിൽ തന്നെ തുടങ്ങണം എന്നാണ്. അപ്പൊ ഇതിനൊരു പ്രസക്തിയുണ്ട്. അപ്പം എല്ലാവരും ഇതിന്റെ കൂടെ നിന്ന് മുന്നോട്ട് വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യൂത്തിന് ഒന്നുകിൽ നമ്മൾ സ്പോർട്സിലേക്ക് പോകണം, അതല്ലെങ്കിൽ മറ്റ് പരിപാടികളിലേക്ക് പോകണം. അതിനൊരു ശ്രദ്ധ എന്നുള്ളതാണോ? നമ്മൾ അങ്ങനെ ഈ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഈ റൈഡിംഗ് ആണ്. ആ രീതിയിൽ മാറി ചിന്തിക്കേണ്ട സമയമായില്ലേ? എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ. ഇന്നത് തന്നെ ചെയ്യണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ചിലവർക്ക് റൈഡിംഗ് ആയിരിക്കും, ചിലവർക്ക് ട്രാവലിംഗ്, ഓരോ രീതിയിലാണ്. അപ്പം ഏത് രീതിയിലാണെങ്കിലും അത് നല്ലതായി ചെയ്യുക എന്നതാണ്. നമ്മൾ അതിലൊരു നെഗറ്റീവ് വശം കൊണ്ടുവരാതെ എപ്പോഴും എല്ലാത്തിലും പോസിറ്റീവായി നിലനിൽക്കുക, അതാണ് കൂടുതൽ എപ്പോഴും വേണ്ടത്. ഇതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ റാലി അതല്ലെങ്കിൽ നമ്മുടെ SKN40യുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന യാത്രകൾ അത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ SKN ഈ ഭാഗത്തേക്ക് റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഒരു വലിയ ഒരു ജനാവലി, അതല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞു, അതായത് യൂത്തിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അഡ്രസ്സിംഗ് അതും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഏതായാലും SKN ഈ റാലിയുടെ ഭാഗമാകാൻ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ നമ്മൾ കവടിയാറിൽ നിന്ന് ഈ റാലി ആരംഭിക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്കാണ് SKN40ന്റെ ഉദ്ഘാടന പരിപാടി നടക്കുക. ടാഗോർ തിയേറ്ററിലേക്ക് അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ റാലി ആരംഭിക്കും. ഏതായാലും SKN കൂടി നമ്മളോടൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും SKNോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ആളുകൾ, അത് ഈ സൊസൈറ്റിയുടെ ഒരു മിനി ഫ്രാക്ഷനെ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ആളുകൾ, അത് റൈഡേഴ്സ് എന്ന് മാത്രമല്ല സ്കേറ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ കുട്ടികളെ, നമ്മളുടെ വരും തലമുറയെ പലതരത്തിൽ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം അത് നിറവേറ്റുന്ന കുറച്ച് ക്ലബ്ബുകൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ റാലി നമ്മൾ കവടിയാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ SKN തന്നെ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും. ഇപ്പോൾ SKN ഈ
ഇവിടെ എത്തിയിരിക്കുന്ന ഈ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുകയാണ്. അല്പസമയത്തിനുള്ളിൽ റാലി ആരംഭിക്കും.